വെള്ളം വേണോ ആഹാരം വേണോ എന്ന് ചോദിക്കാകുന്നില്ല. നമുക്ക് ചോദിച്ചു മേടിക്കാം. നമുക്കൊരു ഗ്ലാസ് കടയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ദാഹിക്കാനും നമുക്ക് ചെന്ന് ചോദിച്ച് മേടിക്കാം. ഓൺ അടിച്ചാൽ മതി, എപ്പോഴും വരും അല്ലേ? എന്റെ ഓൺ അറിയാം. എന്റെ മോനെ അനുസരണയോട് കൂടി ഇരിക്കും. നിരന്ന് നിൽക്കുന്നൊക്കെ ശരിക്കും ട്രെയിൻഡ് ഡോഗ്സ് പോലെ വന്ന് നിൽക്കുകയാണ്. ഞാനെന്ന് ജീവക്കളയും. എന്റെ വണ്ടിയുടെ ഓൺ എങ്ങനെ അറിയാന്നറിയില്ല. 2 ഓൺ അടിച്ചാൽ എല്ലാവരും തൂത്തുവാരിഞ്ഞു വരും. ടിവിയിൽ കാണിക്കും. ഓക്കെ ഗൈസ്, ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ ഇവിടെ ഒരുപാട് പട്ടികൾ ഇപ്പൊ ഉണ്ടായിരുന്നേ. പെട്ടെന്ന് ഈ പട്ടികളെല്ലാം ഒരു സൈഡിലോട്ട് ഓടിപ്പോയി ഗൈസ്. ദോ ആ ഓട്ടോ ഉണ്ടോ, ആ ഓട്ടോയുടെ അടുത്തോട്ട് എല്ലാ പട്ടികളും ഓടിപ്പോയി. എൻ്റെ മോനെ, എല്ലാ പട്ടികളും. ആ ചേട്ടൻ അവർക്കെല്ലാം ഉള്ള ആഹാരം കൊടുക്കാൻ തോന്നുന്നു കേട്ടോ. ആടിപ്പൊളി. ഇങ്ങനെ ഒരാളുകളൊക്കെ വേണ്ടേ നമ്മുടെ നാട്ടിൽ അല്ലേ? ആ അതെ, പിന്നെ തീർച്ചയായിട്ടും മിണ്ടാപ്രാണികൾക്കും വേണ്ടേ. എന്റെ പേരെന്താ? ബാബു. ബാബു ചേട്ടാ, ഒരുപാട് സന്തോഷം കേട്ടോ. അയ്യോ ആണല്ലേ, ആണല്ലേ, എന്ന് ഉച്ചക്ക്. എന്റെ ദൈവമേ ഗൈസ്, എത്ര താഴെ വീഴുന്നില്ല ഗൈസ്. ഗൈസ്, ബാബു ചേട്ടന്റെ സ്നേഹം അല്ലേ, അവരുടെ സ്നേഹം തിരിച്ചും അല്ലേ ബാബു ചേട്ടാ? ഇത് ചെയ്യുമ്പോൾ ബാബു ചേട്ടൻ എന്താണ് ഒരു സന്തോഷം അല്ലേ? ചോദിക്കാനൊക്കത്തില്ലല്ലോ. അതെ അതെ, അതിന് വെള്ളം വേണോ ആഹാരം വേണോ എന്ന് ചോദിക്കാകുന്നില്ല. നമുക്ക് ചോദിച്ചു മേടിക്കാം. നമുക്കൊരു ഗ്ലാസ് കടയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം ദാഹിക്കാനും നമുക്ക് ചെന്ന് ചോദിച്ച് മേടിക്കാം. ഓട്ടോ വരുന്ന വരക്കത്തില് ഇല്ലേ, ഇവര് ഇത്രയും പേര് അവിടെ പല സ്ഥലത്ത് കിടന്നാണ് ഗൈസ്. ഓൺ അടിച്ചാൽ മതി, എപ്പോഴും വരും അല്ലേ? എന്റെ ഓൺ അറിയാം. എന്റെ മോനെ ഭയങ്കര സ്നേഹം കേട്ടോ. അയ്യോ ഗൈസ്, നോക്ക് ഗൈസ്, ഇവന് കണ്ണ് കാണൂല. അനുസരണയോട് കൂടി ഇരിക്കും. നിരന്ന് നിൽക്കുന്നൊക്കെ ശരിക്കും ട്രെയിൻഡ് ഡോഗ്സ് പോലെ വന്ന് നിൽക്കുകയാണ്. ചേട്ടൻ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നാണോ ചേട്ടൻ ഒരു പങ്ക് ഇത് ചെയ്യും ഡെയിലി ഉച്ചയ്ക്ക്? തീർച്ചയായിട്ടും. എന്ന് ഇവിടെ തന്നെയാണോ കൊടുക്കുന്നത്? അശ്വതി ബാറിന്റെ ഓക്കെ. ഇന്ന് ഒരിടത്ത് വരെ പോകണം അത്യാവശ്യമായിട്ട്, അതിന്റെ ഒരു നേരത്തെ ഇന്ന് കൊടുക്കുക. ചോറും കൊടുക്കുമായിരുന്നു, ഇന്ന് ചോറ് കൊണ്ടുവന്നില്ല. ഇന്ന് അതിനുള്ള സമയം ഈ നിക്കുന്ന നിപ്പ് കണ്ട കേട്ടോ. എനിക്ക് അതാണ് നോക്കി നിരന്നേ. ഞാനെന്ന് ജീവക്കളയും. എന്റെ വണ്ടിയുടെ ഓൺ എങ്ങനെ അറിയാന്നറിയില്ല. 2 ഓൺ അടിച്ചാൽ എല്ലാവരും തൂത്തുവാരിഞ്ഞു വരും. എന്റെ മോനെ, ആദ്യമായിട്ടാണ് എന്റെ ചുറ്റും ജീവിതത്തിൽ ആദ്യമായിട്ട്. എനിക്ക് ചെറിയൊരു പേടി കേട്ടോ ചേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും. അതെ അതെ അതെ, നിക്കലോക്ക്. എത്ര ബിസ്ക്കറ്റ് മേടിക്കും ചേട്ടാ? 6 പാക്കറ്റ്. 6 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം 10 രൂപയുടെ പാക്കറ്റ് 60 രൂപ വേണം. ഒരു ദിവസം 60 രൂപ ചെലവാക്കണം. തീർച്ചയായിട്ടും. എനിക്കൊരു ചെറിയ പേടിയുണ്ട് ഗൈസ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും വ്ലോഗ് എടുക്കുന്ന ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് കേട്ടോ. നമ്മള് വീട്ടിൽ വളർത്തുന്ന പോലെ അല്ലല്ലോ. ഒരു കടി കിട്ടിയാ ഇരിപ്പതാ ഇല്ലേ? ഓക്കെ. എന്റെ മോനെ, ബാബുചേട്ടൻ ഇവിടെ ഫുള്ള് സേഫ്റ്റി, ആരും വേണ്ട. ബാബുചേട്ടൻ ഇവിടെ എന്ത് സംഭവിച്ചാലും ചോദിക്കാൻ എത്ര പേരാ നോക്കി. അല്ല, മനുഷ്യന്മാരെക്കാട്ടിയും സ്നേഹമാ, നന്ദിയുണ്ട്. അപ്പൊ ബാബുചേട്ടാ, ഒരുപാട് സ്നേഹം. കണ്ടതിലും പരിചയപ്പെട്ടതിലും എന്റെ ചാനലിൽ വരും കേട്ടോ. യൂട്യൂബില് വ്ളോഗ് സ്റ്റാർ വിഷ്ണു എന്ന് പറഞ്ഞ ചാനലിൽ വരും, ടിവിയിൽ കാണിക്കും. ഓക്കെ, ചേട്ടനെ ആരെങ്കിലും ഈ വീഡിയോ അയച്ചു തരും, ചേട്ടനെ കണ്ടെന്ന് പറഞ്ഞ്. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു മൈൻഡ് സാറ്റിസ്ഫൈങ് സീനായില്ലേ? എനിക്ക് ഭയങ്കര അയ്യോ സത്യമല്ലേ, ആ വിഷ്വല് കിട്ടിയില്ല. ഈ ചേട്ടൻ വന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിൽക്കുക. അവിടുന്ന് ഈ പട്ടികളെല്ലാം ഒരു ഓട്ടോയുടെ പുറകിലോട്ട് ഓടുന്ന കണ്ടപ്പോൾ ഞാൻ ഇവര് ഓർഡർ ചെയ്ത് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നപ്പോഴേ ഞങ്ങൾ പുറകെ ഓടി ഗൈസ്. പക്ഷെ അടിപൊളി സീനായിരുന്നു. കണ്ടില്ല, എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം അല്ലേ, അത്യാവശ്യം പട്ടിണി കിടക്കണ്ടല്ലോ, അത്യാവശ്യം ഒന്ന് ഇത് റിലാക്സ് ചെയ്യാം. അതെ അതെ, 60 രൂപയുടെ കാര്യമുള്ളൂ ചേട്ടാ. നമ്മൾ ചില സമയം ചിന്തിക്കത്തില്ല, ശരി 60 രൂപ ഉണ്ട് ഇത്രയും മിണ്ടാപ്രാണികളുടെ ഫുഡ് കൊടുക്കാം, എന്തെങ്കിലും കൊടുക്കാന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം ചെയ്യണമെങ്കിൽ ആൾക്കാരും ഇങ്ങനെ പട്ടിയെ കൊണ്ട് കളയരുത്. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ബൈ.